ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാവന മാനസയോട് സംസാരിച്ച ശേഷം ഭാവന തനിച്ച് നിന്ന് ഓരോന്ന് ആലോചിക്കുകയാണ്. ഭാവനയ്ക്ക് ഉണ്ടായ ഓരോ കാര്യവുമാണ് ആലോചിക്കുന്നത്. എന്നിട്ട് വിഷമിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇനിയും ഭാവനയുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്നുള്ള ആ ഒരു സങ്കടമാണ് ഭാവനയുടെ മനസ്സിലുള്ളത്. ജയനിർമ്മലയുടെ സ്വഭാവം അനുസരിച്ച് ഭാവനയെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും സൂര്യയെ കൊണ്ട് മാനസയെ വീണ്ടും കല്യാണം കഴിപ്പിക്കും എന്നുള്ള ആ ഒരു ചിന്ത ഭാവനയുടെ മനസ്സിൽ വരികയാണ്. സൂര്യ അതിന് സമ്മതിച്ചില്ലെങ്കിലും ഞാൻ ഇവിടെ നിന്നതുകൊണ്ട് സൂര്യയുടെ ജീവിതത്തിൽ ഒരു ഗുണവുമില്ല, ഒരു കുഞ്ഞിനെ പോലും കൊടുക്കാൻ കഴിയാത്ത ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല എന്നുള്ള ചിന്ത ഭാവനയുടെ മനസ്സിൽ വരികയാണ്. അങ്ങനെ വല്ല അവസ്ഥയും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആർക്കും ഒരു ശല്യവുമില്ലാതെ ഇവിടെ നിന്നും പോവും എന്നുള്ള തീരുമാനമാണ് ഭാവനയുടെ മനസ്സിൽ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവുക. അങ്ങനെ ഗായത്രി വിളിക്കുന്ന സമയത്തൊക്കെ ഭാവന ഫോൺ എടുക്കാത്തത് കൊണ്ട് ഗായത്രിയുടെ മനസ്സിൽ വല്ലാത്തൊരു കുറ്റബോധം വരികയാണ്. ഗായത്രിയോട് സംസാരിക്കാത്തത് കൊണ്ടും ഗായത്രിയോട് സത്യം പറയാത്തത് കൊണ്ടും ഭാവനയുടെ മനസ്സിൽ അതൊരു വിഷമമായി നിൽക്കുകയാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് ഗായത്രിയെ കാണാൻ വേണ്ടി ഭാവന വീട്ടിലേക്ക് പോവുകയാണ്. ആ സമയത്ത് സൂര്യ കൂടി ചെല്ലുന്നുണ്ട് കേട്ടോ. സൂര്യക്ക് വേറൊരു ഫംഗ്ഷൻ ഉള്ളത് കൊണ്ട് സൂര്യ ഭാവനയെ അവിടെ ആക്കിയ ശേഷം പോവാമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ സൂര്യയും ഭാവനയും പോവാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് ജയനിർമ്മല വരുന്നത്. എന്നിട്ട് ജയനിർമ്മല ഭാവനയോട് പറയുകയാണ്, നിന്റെ വീട്ടിലേക്കാണ് നീ പോകുന്നതെങ്കിൽ നീ ഒരിക്കലും ഇക്കാര്യമൊന്നും അവിടെ പറയരുത്, അവിടെ ആരോടും ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കരുത്. കാരണം മാനസ ഇപ്പോൾ എടുത്ത തീരുമാനമാണ് ഏറ്റവും നല്ലത്. എല്ലാ സത്യവും ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്തായാലും ഏട്ടനും ഏട്ടത്തെയും വെറുതെ ഇരിക്കില്ല. മാനസയുടെ അച്ഛനും അമ്മയും ഉറപ്പായും അവർ വനിതാ കമ്മീഷന് കേസ് കൊടുക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നീ ഒരിക്കലും ഇക്കാര്യമൊന്നും വീട്ടിൽ പോയി പറയരുത് എന്ന് പറഞ്ഞ് ഭാവനയെ ഒന്ന് ഉപദേശിക്കാൻ കേട്ടോ ജയനിർമ്മല. അപ്പോൾ ഇത് കേട്ടോണ്ട് നിൽക്കുന്ന ദേവൻ പറയുന്നുണ്ട്, നീ എത്ര മറച്ചു വെച്ചാലും ഈ സത്യം എന്തായാലും പുറത്തു തന്നെ വരും. ഇതങ്ങനെ നിസ്സാരമായി വിടാമെന്നൊന്നും നീ കരുതണ്ട. ഉറപ്പായും മാനസയുടെ അച്ഛനും അമ്മയും വെറുതെ ഇരിക്കാനൊന്നും പോകുന്നില്ല. അംബാലികയെ കൂട്ടുപിടിച്ച് അവർ അടുത്ത വല്ല പ്രശ്നവും ഉണ്ടാക്കാനാണ് നോക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മളെല്ലാവരും എത്ര ശ്രദ്ധിച്ചിട്ടും ഒരു കാര്യവുമില്ല. നീ ചെയ്തു വെച്ചത് കൊണ്ടുള്ള ദോഷം നമുക്കെല്ലാവർക്കും അനുഭവിച്ചേ മതിയാവൂ എന്ന് പറയാൻ കേട്ടോ ദേവൻ. ആ സമയത്ത് ഭാവന പറയുന്നുണ്ട്, അങ്കിൾ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ മാനസയുടെ അച്ഛനും അമ്മയും വെറുതെ ഇരിക്കാനൊന്നും സാധ്യതയില്ല. അവർ ഉറപ്പായും വനിതാ കമ്മീഷനെ കാണുകയും ഇതിന് പരാതി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളെല്ലാവരും സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം ഉറപ്പായും വനിതാ കമ്മീഷൻ മാനസയെ വിളിച്ച് സംസാരിക്കും. അപ്പോൾ മാനസയുടെ വയറ്റിലുള്ള കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്നുള്ളത് രഹസ്യമായിട്ടാണെങ്കിലും കോടതിയിൽ വെച്ച് മാനസയ്ക്ക് തുറന്നു പറയേണ്ടി വരും. അപ്പോൾ ആരെയാണ് പറയേണ്ടത് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. മാനസയുടെ അച്ഛനും അമ്മയും ഇതൊന്നും അറിഞ്ഞില്ല എന്നുണ്ടെങ്കിലും കോടതിക്ക് മുന്നിൽ ഇക്കാര്യം ഉറപ്പായും മാനസയ്ക്ക് തുറന്ന് പറയേണ്ടി വരും. കോടതി അത് മറച്ചു വെക്കുമായിരിക്കും. പക്ഷേ എന്തായാലും കോടതിക്ക് മുന്നിൽ മാനസയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്നുള്ളത് രഹസ്യമായി കോടതി ചോദിക്കുന്ന സമയത്ത് മാനസയ്ക്ക് അതിന് ഉത്തരം കൊടുത്തേ മതിയാവൂ. അപ്പോൾ അതിനുള്ള ഒരു വഴി കൂടി നമ്മളെല്ലാവരും ആലോചിച്ച് കണ്ടെത്തണം എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ദേവൻ അങ്ങ് ദേഷ്യപ്പെട്ടിട്ട് പറയുകയാണ്, ഇപ്പോഴെങ്കിലും നീ ഒന്ന് മനസ്സിലാക്കിക്കോ. നീ എടുത്തു ചാടി ഓരോന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ നീ മനസ്സിലാക്കിക്കോ. ഞങ്ങളോടൊക്കെ ഒന്ന് സംസാരിച്ച ശേഷം മാത്രം മതിയായിരുന്നു നീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ നിൽക്കുമ്പോൾ എന്ന് ദേവൻ പറഞ്ഞ് കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ. അപ്പോൾ ഭാവന പറയാണ്, ഇനിയിപ്പോൾ ആൻറ്റിയെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് വേണം ഒരു പ്രശ്നത്തിൽ നിന്നും നമുക്ക് തലയൂരിയെടുക്കാൻ. അല്ല എന്നുണ്ടെങ്കിൽ വലിയ നാണക്കേട് തന്നെയാണ് ഇനി നമ്മുടെ കുടുംബത്തിന് വരാൻ പോകുന്നത് എന്ന് പറയാണ്. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, അമ്മയുടെ ഈ എടുത്തുചാട്ടം കൊണ്ടല്ലേ ഇങ്ങനെയൊരു അവസ്ഥ നമുക്ക് എല്ലാവർക്കും ഉണ്ടായത്. ഇനിയെങ്കിലും അമ്മ ഒരു കാര്യം മനസ്സിലാക്കുക. എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അത് ആദ്യം ഞങ്ങളോടൊക്കെ ഒന്ന് സംസാരിച്ച ശേഷം മാത്രം മതി. അമ്മ ഇനി ഓരോ കാര്യങ്ങളും ചെയ്യാൻ പുറപ്പെടൽ. അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പ്രതിസന്ധികളാണ് നമ്മുടെ മുന്നിൽ വരുന്നത് എന്ന് ദേഷ്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ കുറച്ച് സ്വരം ഉയർത്തി വെച്ചിട്ടാണ് സൂര്യ പറയുന്നത്. അത് കേൾക്കുന്ന സമയത്ത് ജയനിർമ്മലയ്ക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിലും ജയനിർമ്മല ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഈ കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇക്കാര്യം ചെയ്തത് എന്നുള്ള ഭാവത്തിൽ അങ്ങനെ ജയനിർമ്മല പറയുകയാണ്, എല്ലാവരും എന്നെ മാത്രമാണല്ലോ കുറ്റപ്പെടുത്തുന്നത്. ഇത് ഞാൻ മാത്രം എടുത്ത തീരുമാനമല്ലല്ലോ, മാനസ് കൂടി ചേർന്നിട്ടല്ലേ എടുത്തത് എന്ന് ജയനിർമ്മല പറയുകയാണ് കേട്ടോ. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ആൻറ്റിയെ എല്ലാവരും കുറ്റപ്പെടുത്താതെ ഇതിനൊരു പരിഹാരമാണ് നമുക്ക് കാണേണ്ടത്. കാരണം മാനസ
മാനസയോട് ഉറപ്പായും വനിതാ കമ്മീഷൻ വിളിച്ച് കോടതി കൂടുന്ന സമയത്ത് ഉറപ്പായും മാനസയോട് മാനസയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് ചോദിക്കും. അതാണ് നമ്മൾക്ക് ഉത്തരം കിട്ടേണ്ടത്. അതുകൊണ്ട് അതിനെക്കുറിച്ചാണ് ഇനി നമുക്ക് തീരുമാനമെടുക്കേണ്ടത് എന്ന് പറയാണ്. അപ്പോൾ ദേവൻ പറയുന്നുണ്ട്, അതിനെന്താ, ഈ തീരുമാനിച്ച ആളല്ലേ മുന്നിൽ നിൽക്കുന്നത്, അതുകൊണ്ട് ജയനിർമ്മല തന്നെ എന്താന്ന് വെച്ച് തീരുമാനിച്ചോട്ടെ എന്ന് പറയാണ്. അങ്ങനെ ഭാവനയും സൂര്യയും കൂടി ഗായത്രിയെ കാണാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് ജയനിർമ്മല മനസ്സിലൊന്ന് തീരുമാനിക്കുന്നുണ്ട്. നിങ്ങൾ കരുതുന്നത് പോലെ ഇത് അത്ര വലിയ പ്രശ്നമൊന്നും ആവാൻ പോകുന്നില്ല. മാനസയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് കോടതി ചോദിച്ചു കഴിഞ്ഞാൽ അത് രഹസ്യമായിട്ടാണ് ചോദിക്കുക എന്നല്ലേ നിങ്ങളെല്ലാവരും പറയുന്നത്. അതുകൊണ്ട് ഞാനും മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ട്, ആ കുഞ്ഞിൻ്റെ അച്ഛൻ സൂര്യയാണെന്നുള്ളത് മാനസയെ കൊണ്ട് ഞാൻ തന്നെ പറയിപ്പിക്കും എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ജയനിർമ്മല. ഭാവന ജയനിർമ്മലയോട് പറഞ്ഞിട്ടുണ്ടാവും, കോടതി ഉറപ്പായും രഹസ്യമായി മാനസയോട് കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്നുള്ളത് ചോദിക്കും. അപ്പോൾ മാനസയ്ക്ക് രഹസ്യമായിട്ടാണെങ്കിലും അതിന് ഉത്തരം കൊടുക്കേണ്ടി വരും. ആ ഒരു കാര്യം അത് കോടതി രഹസ്യമായി തന്നെ വെക്കും എന്ന് പറയുന്ന ആ വാക്ക് ജയനിർമ്മലയുടെ മനസ്സിൽ അങ്ങനെ ഒരു ഉപായം തന്നെയാണ് കണ്ടെത്തുന്നത്. എന്നിട്ട് മനസ്സുകൊണ്ട് ഇങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട്, മാനസയെ കൊണ്ട് വയറ്റിൽ വളരുന്ന കുഞ്ഞ് സൂര്യയാണെന്നുള്ളത് ഞാൻ തന്നെ പറയിപ്പിച്ചോളാം, അതിനുള്ള കഴിവൊക്കെ എനിക്കുണ്ട് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ജയനിർമ്മല മനസ്സിൽ ഓരോന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അങ്ങനെ ഭാവന നേരെ ഗായത്രിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഈ സമയത്ത് ഗായത്രി ആണെങ്കിലും നല്ല പരിഭവത്തിൽ തന്നെയാണ് ഭാവന ഫോൺ അടിച്ചപ്പോൾ എടുക്കാത്തതിൻ്റെ ആ ഒരു പരിഭവം മുഖത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭാവന അവിടേക്ക് കയറി വരുന്ന സമയത്ത് ഗായത്രി അത്രയങ്ങ് മൈൻഡ് ചെയ്യാതെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഭാവന ഗായത്രിയുടെ മുന്നിൽ കരഞ്ഞുകൊണ്ട് പറയാൻ നിൽക്കുകയാണ്, അമ്മ എൻ്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കുക, ഞാൻ അപ്പോൾ ഫോൺ എടുക്കാതിരുന്നത് എന്തുകൊണ്ടായിരിക്കും എന്ന് അമ്മ ഒന്ന് ചിന്തിച്ച് നോക്ക് എന്നൊക്കെ പറയുമ്പോഴും ഗായത്രി ചെറിയൊരു പരിഭവത്തോടു കൂടി ഭാവനയോട് പെരുമാറുകയാണ് കേട്ടോ. അപ്പോഴാണ് അവിടേക്ക് ജാനകിയും വിജയപത്മനും കൂടി വരുന്നത്. എന്നിട്ട് പറയുകയാണ്, ഭാവനയോടും അവിടെയുള്ളവരോട് എല്ലാവരോടും ചേർന്ന് ജാനകിയും വിജയപത്മനും പറയുകയാണ്, ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഇനിയാണ് ഉണ്ടാവാൻ പോകുന്നത്. മാനസയുടെ അച്ഛനും അമ്മയും ഇനി വെറുതെ ഇരിക്കാനൊന്നും പോകുന്നില്ല. അംബാലികയുടെ സഹായത്തോടു കൂടി തന്നെയാണ് അവരിനി വനിതാ കമ്മീഷനെ തേടുകയും പിന്നീട് അത് വലിയ പ്രശ്നമാവുകയും കോടതി വരെ എത്തുകയും ചെയ്യും. നിങ്ങൾ ഓരോരുത്തരും അതിന് ഉത്തരം പറയേണ്ടി വരികയും ചെയ്യും. പക്ഷേ ഇനി ആ മാനസയെ ആ വീട്ടിൽ താമസിപ്പിക്കുന്നത് ശരിയല്ല. കാരണം മാനസ നിങ്ങളെ എല്ലാവരെയും പറ്റിക്കുകയാണ് ചെയ്തത്. സൂര്യയുടെയും ഭാവനയുടെയും കുഞ്ഞിനെ സരോഗസി വഴി ഗർഭം ധരിച്ചു എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ കണ്ടില്ലേ സത്യം അവൾ തുറന്നു പറഞ്ഞത്. അതുകൊണ്ട് ഇനി മാനസയെ അവിടെ നിർത്തുന്നത് ശരിയല്ല എന്ന് പറയുകയാണ് വിജയപത്മനും ജാനകിയും. ആ സമയത്തൊക്കെ ഭാവനയ്ക്ക് ഉത്തരം മുട്ടി പോവുകയാണ്. മാനസ ഒരു സഹായമാണ് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ സത്യം ഞാൻ എങ്ങനെ ഇവരോടൊക്കെ പറയും? അതെങ്ങാനും ഇനി ലീക്കായി കഴിഞ്ഞാൽ, അതെങ്ങാനും ഇനി മാനസയുടെ അച്ഛനും അമ്മയും അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും വനിതാ കമ്മീഷനുമായി സംസാരിച്ച് അവർ ഇത് വലിയ പ്രശ്നമാക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തൽക്കാലം ആരോടും ഒന്നും പറയണ്ട എന്ന് ഭാവന മനസ്സിൽ തീരുമാനിക്കുകയാണ്. അങ്ങനെ മാനസയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന സമയത്തൊക്കെ ഭാവനയ്ക്ക് മനസ്സിൽ നല്ല വിഷമം വരികയാണ്. മാനസ പാവമാണ്, മാനസ നല്ല കാര്യമാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ചിന്ത ഭാവനയുടെ മനസ്സിൽ വരികയാണ്. പിന്നീട് ഭാവനയുടെ റൂമിൽ വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്ത് അവിടേക്ക് ഗായത്രി വരികയാണ്. എന്നിട്ട് മാനസയെ കുറ്റപ്പെടുത്തി ഗായത്രി സംസാരിക്കുകയാണ്, നമ്മളെ എല്ലാവരെയും മാനസ പറ്റിക്കുകയാണല്ലോ മോളെ ചെയ്തത് എന്ന് പറയുന്ന സമയത്ത് ഭാവനയ്ക്ക് ആ സത്യം ഗായത്രിയുടെ മുഖത്ത് നോക്കി പറയേണ്ടി വരികയാണ് കേട്ടോ. അങ്ങനെ ഗായത്രിയോട് സത്യം പറയുകയാണ്, അമ്മേ മാനസ നമ്മളെ ആരെയും ചതിച്ചിട്ടില്ല. മാനസയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് എൻ്റെയും സൂര്യയുടെയും തന്നെയാണ്. പക്ഷേ ഭാവനയ്ക്ക് അക്കാര്യം അവളുടെ അമ്മയുടെ അച്ഛൻ്റെ മുന്നിൽ വെച്ച് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ അങ്ങനെ പറയാതിരുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും ഞങ്ങൾക്കെല്ലാവർക്കും അത് കേസായി മാറുക തന്നെ ചെയ്യും. കാരണം മാനസ വിവാഹം കഴിക്കാത്ത ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് മാനസ ഈ കാര്യം ചെയ്തത് നിയമവിരുദ്ധം തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഇതിൽ ഒരു പ്രതിയായി മാറുകയുള്ളൂ. അതുകൊണ്ടാണ് അമ്മേ മാനസ ആ സമയത്ത് അങ്ങനെ ഒരു കള്ളം പറഞ്ഞത് എന്ന് പറയട്ടോ. അപ്പോൾ ഗായത്രി ആകങ്ങ് അതിശയിച്ച് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഗായത്രിയോട് ഭാവന പറയുന്നുണ്ട്, അമ്മ ഈ കാര്യം അറിഞ്ഞത് ഒരാളോട് പോലും സംസാരിക്കരുത്, ആരും ഇക്കാര്യം അറിയരുത്. സത്യം അമ്മയുടെ വായിൽ നിന്നും ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും മാനസയുടെ അച്ഛൻ്റെയും അമ്മയുടെയും അംബാലിക ആൻറ്റിയുടെയും ചെവിയിലെത്തും. അതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും വീണ്ടും തുടങ്ങും. അങ്ങനെ ഭാവന ഗായത്രിയോട് എല്ലാ സത്യവും പറയുകയാണ്. അമ്മയിൽ നിന്നും ഇങ്ങനെ ഒരു സത്യം മറച്ചു വെക്കുന്നത് കൊണ്ട് ഭാവനയ്ക്ക് വല്ലാത്തൊരു കുറ്റബോധമായിരുന്നു. സത്യങ്ങളെല്ലാം ഗായത്രിയോട് പറഞ്ഞതോടുകൂടി ഭാവനയുടെ മനസ്സിലേക്ക് വലിയൊരു ആശ്വാസം വരികയാണ്. അങ്ങനെ ഭാവന ഗായത്രിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുകയാണ് കേട്ടോ. അംബാലികയും അനിരുദ്ധനും കൂടി ഡോക്ടറെ കണ്ട് ഡോക്ടർക്ക് വീണ്ടും പൈസ കൊടുത്ത് സത്യങ്ങളൊക്കെ അവർ വീണ്ടും മനസ്സിലാക്കുകയാണ്.